മക്കളെ, എല്ലാവർക്കും ശൈല ലേണിംഗിലേക്ക്, ശൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ നമ്മള് പരീക്ഷയുടെ ചൂടിലൊക്കെ എത്തി നിൽക്കുകയാണ് അല്ലെ. നമ്മൾ പരീക്ഷയൊക്കെ എഴുതാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ലീവ് ഉണ്ടാവും, ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം പരീക്ഷ അങ്ങ് കഴിച്ചു വെക്കണം. പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ക്രിസ്മസും ലീവും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, അടിപൊളിയായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റില്ല. ഒരു ടെൻഷനും ആദ്യമൊക്കെ ഉണ്ടാവും. റിസൾട്ട് എന്തായിരിക്കും, ജയിക്കുവോ തോക്കുവോ എന്നൊക്കെയുള്ള ഒരു ആകുല വ്യാകുല ചിന്തകളിലൊക്കെ നമ്മൾ പെട്ടുപോകും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാം. പിന്നെ എല്ലാം അടിപൊളിയല്ലേ. പിന്നെ റിസൾട്ടിനെ പറ്റിയൊന്നും നമ്മൾ ആലോചിക്കേണ്ടി ടെൻഷൻ ആവേണ്ടി ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള, മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാണ് ഏതടാ, ഫാത്തിമത്തുരുത്ത് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠം കൂടെയാണ്. അപ്പൊ എന്താ ഫാത്തിമത്തുരുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, നിങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. എങ്കിലും ടീച്ചർ ഒന്നുകൂടെ എന്ത് ചെയ്യാം, പാഠത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് ടീച്ചർ ഒന്നുകൂടെ അതൊന്ന് മക്കളെ ഓർമ്മപ്പെടുത്താം അല്ലെ. അതിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡിയാണോ? അപ്പൊ തുരുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ടീച്ചർ പണ്ട് പഠിക്കുന്ന സമയത്ത്, ടീച്ചർ പണ്ട് ഡിഗ്രിക്ക് പഠിച്ചത് ബ്രണ്ണൻ കോളേജിലാണ്, തലശ്ശേരി. അപ്പൊ തലശ്ശേരി ധർമ്മടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു തുരുത്തുണ്ട്. കണ്ടോ, ആ തുരുത്താണിത്. അപ്പൊ നമ്മൾ വെള്ളം ഇറങ്ങുന്ന സമയത്ത് തോണിയിലൊക്കെയാണ് എന്ത് ചെയ്യുക, തുരുത്തിലേക്ക് പോവാം. നിറയെ ഇരുട്ടൊക്കെ ഉള്ള സ്ഥലമാണ്, ഇതിന്റെ ചുറ്റും കടലാണ്. അപ്പോൾ നമ്മൾ തോണിയിലൊക്കെ പോയിട്ട്, അത് ദൂരെ നിന്നുള്ള ചിത്രമാണ് കേട്ടോ തുരുത്തിന്റെ. അതിൻ്റെ ഉള്ളിൽ അല്ലേ ടോർച്ചും വെളിച്ചമൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോകും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, തുരുത്ത് കാണാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അഷ്ടമുടി കായലിന്റെ നടുക്ക് എവിടെയാണ് അഷ്ടമുടി കായൽ എന്നറിയോ? കൊല്ലം ജില്ലയിലുള്ള ആളുകളൊക്കെ ഉണ്ടോ? കൊല്ലം ജില്ലയില് അഷ്ടമുടി കായലിന്റെ നടുക്കുള്ള ഒരു തുരുത്താണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത്. റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ വേറൊരു തുരുത്തും അഷ്ടമുടി കായലിന്റെ നടുക്കുണ്ട്, മൺറോം തുരുത്ത് എന്നാണ് പേര്. ടീച്ചർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ അവിടെ ഒരു ക്യാമ്പിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടീച്ചർ പോയിട്ടുണ്ട്. ഒരു സാഹിത്യ ക്യാമ്പൊക്കെ അവിടെ നടന്ന സമയത്ത് ടീച്ചർ പോയിട്ടുണ്ട് മൺറോം തുരുത്തില്. നമ്മൾ കായലിൽ കൂടെയാണ് എന്ത് ചെയ്യുക, കായലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചിട്ടാണ് ഈ തുരുത്തിലേക്ക് പോവുക. അപ്പൊ അതുപോലൊരു തുരുത്താണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ജലാശയത്താല് ചുറ്റപ്പെട്ട് കിടക്കുന്ന വിസ്തീർണം കുറഞ്ഞ പ്രദേശത്തെ അല്ലെ, ചുറ്റും വെള്ളമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചുറ്റും വെള്ളമായിരിക്കും, അതിന്റെ നടുക്കാണ് തുരുത്തുണ്ടാവുക. അപ്പൊ ഇത് കുറഞ്ഞ വിസ്തീർണത്തിലാണ്, വലിയ ദൂരം അല്ലാണ്ട് കുറഞ്ഞ വിസ്തീർണത്തിലുള്ളതിനെയാണ് നമ്മൾ തുരുത്ത് എന്ന് പറയാം. അപ്പൊ ജലാശയത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ വലിപ്പം കൂടിയ പ്രദേശത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ദ്വീപ് എന്നാണ്. നമ്മള് ലക്ഷദ്വീപ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇതാ അതുപോലെ വിസ്തീർണം കൂടിയ സ്ഥലങ്ങള്, അതിനെ ദ്വീപ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ തുരുത്ത് എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു തുരുത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ്. ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ്. ഒരുപാട് പരിസ്ഥിതി കവിതകളൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള കവി കൂടെയാണ് കുരീപ്പുഴ ശ്രീകുമാർ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇതൊരു നമുക്ക് വായിക്കുമ്പോഴേ ഒരു യാത്രാ വിവരണമൊക്കെയാണ്, ഒരു യാത്രയുടെ രീതിയിലൊക്കെയാണ് അല്ലെ, ഒരാൾ യാത്ര ചെയ്യുന്ന പോലെയൊക്കെയാണ് കവിത പോകുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് തോന്നും ഇതൊരു സ്ഥലവർണ്ണനയാണോ, ഇത് നമ്മുടെ തുരുത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണോ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. ഈ കേവലം സ്ഥലവർണ്ണനകൾക്ക് അപ്പുറത്തേക്ക് എന്താണ്, മനുഷ്യ ജീവിതത്തെയും പ്രകൃതിയും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവിതയിൽ ആവിഷ്കരിക്കുന്നത് നമ്മൾ കാണാണ്. ഇങ്ങനെ പ്രകൃതിയുടെയും മനുഷ്യന്റെയും അവര് ഇണങ്ങി ജീവിക്കുന്ന അല്ലെ ആ ഒരു സൂക്ഷ്മ ജീവിതത്തെ എന്താണ് കവിതയിൽ വിശകലനം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ കവിതയിലൂടെ കവി എന്ത് ചെയ്യാണ്, നമ്മളെയും കൊണ്ടുപോവാണ് കേട്ടോ. ഫാത്തിമ തുരുത്തിലേക്ക് നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, കവിയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എല്ലാവരും കവിത വായിച്ചവരാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കവിത? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കവിത? അപ്പോ ആദ്യത്തെ ഭാഗത്ത് അല്ലെ, കവിതയുടെ ആദ്യത്തെ ഭാഗത്ത് തുരുത്തിലെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. കവി ഇങ്ങനെ തോണിയിലൂടെ പോകുന്നതും ആ തുരുത്തിൽ അദ്ദേഹം കാണുന്ന കാഴ്ചകളും അല്ലെ, തുരുത്തിന്റെ സൗന്ദര്യവും അതിന്റെ ഭംഗിയും അല്ലെ, ശാന്തതയും അല്ലെ ഒക്കെ എന്ത് ചെയ്യാണ്, വായനക്കാരിലേക്ക് എത്തിക്കാനാണ് കവിതയുടെ ആദ്യ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, കവി ശ്രമിക്കുന്നത് അല്ലെ. പൂക്കളോട് സംസാരിക്കുന്നു അല്ലെ, രാക്കിളിയുടെ പാട്ട് ആസ്വദിക്കുന്നു അല്ലെ. അങ്ങനെ പ്രകൃതിയുമായി ഇങ്ങനെ ഇണങ്ങിച്ചേരാൻ അല്ലെ, പൂക്കളെയും പക്ഷികളെയും പാട്ടിനെയും പ്രാണികളെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് അല്ലെ, ആ പ്രകൃതിയിൽ ലയിച്ചു കൊണ്ടുപോകുന്ന കവിയാണ് നമുക്ക് ആദ്യ ഭാഗത്ത് കാണുന്നത് അല്ലെ. നോക്കൂ നിങ്ങള്, ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം അല്ലെ. അപ്പൊ രാത്രിയിൽ എന്ത് രസമായിരിക്കും ആകാശം കാണാൻ അല്ലെ. അപ്പൊ ഇങ്ങനെ മാനത്ത് ഇങ്ങനെ അല്ലെ കറുപ്പും കറുത്ത ആകാശത്തിൽ എന്താണ് ആ വെളിച്ചം പകരുന്ന നിലാവും അതിന്റെ മേലെ നക്ഷത്രങ്ങളും തെളിഞ്ഞ വെള്ളവും
ഏറ്റവും മനോഹരമായ ആഭരണം എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളത്തിൽ പ്രകാശം തട്ടുന്ന സമയത്തുള്ള തിളക്കം എന്ന് പറയുന്നത് ഏത് രത്നത്തെക്കാളും വൈരത്തെക്കാളും ഒക്കെ തിളക്കമുള്ളതാണ് അല്ലെ. അപ്പൊ ആ നിലാവ് പെയ്യുന്ന സമയത്ത് അല്ലെ ആ നദിയിലെ ആ കായലില് വെള്ളം എന്ത് ചെയ്യൂടാ വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ തിളങ്ങും അല്ലെ. അപ്പൊ ആ രാത്രി കാഴ്ച അല്ലെ, നല്ല കാറ്റുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വളരെ ശാന്തമായിരിക്കും അല്ലെ രാത്രിയില്. അപ്പൊ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ. അപ്പൊ രാത്രി വഞ്ചിയിൽ എന്ത് ചെയ്യണം, നിലാവ് കാണണം എന്ന് പറയാണ്. പിന്നെയോ പൂക്കളോട് പൂക്കളെ തിരക്കണം അല്ലെ. പൂക്കളുടെ കാര്യം ചോദിക്കേണ്ടത് ആരോടാ? പൂക്കളോടാണ് ചോദിക്കേണ്ടത് അല്ലെ. പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ ആളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പൂവേ നിനക്ക് സുഖമാണോ എന്ന് ആരോട് ചോദിക്കണം? പൂവിനോട് ചോദിക്കണം. ഇപ്പൊ എനിക്ക് സുഖമാണോ എന്ന് അപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ പൂക്കളോട് തന്നെ പൂക്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കണം അല്ലെ. അങ്ങനെ പിന്നെന്താണ്, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. രാക്കിളി പാട്ട് പാടുന്ന സമയത്ത് എന്ത് ചെയ്യണം, രാക്കിളിയുടെ പാട്ടിന് കൂട്ടാവണം എന്ന് കവി പറയാണ് അല്ലെ. പിന്നെയോ കായലിൽ കിനാവ് കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവ് വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലൊന്ന് പോവണം അല്ലെ. പൂനിലാവല വിരിച്ച് അല്ലെ ഇണക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം, മീനിനെ പിടിച്ച് കരവെക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ. എങ്ങനെയാണ്, കായലിൻ്റെ അകത്ത് ഇങ്ങനെ കിനാവ് കണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന മീനില്ലേ. അപ്പൊ പായലൊക്കെ അതിങ്ങനെ അല്ലെ, കായലിലുള്ള പായൽ ഇങ്ങനെ, പായൽ കണ്ടിട്ടില്ലേ, പച്ച സാധനങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴുത്തിൽ ചുറ്റിയിട്ട് അലങ്കാരമൊക്കെ അണിഞ്ഞിട്ടാണ് നമ്മൾ കൊപ്ലി മീൻ ഉള്ളത് അല്ലെ. ആ മീനിനെ എന്ത് ചെയ്യണം, ആ മീനിനെ പൂനിലാവിന്റെ വല കൊണ്ട് അല്ലെ അതിനെന്ത് ചെയ്യണം, പൂനിലാ വല വിരിച്ച് ഇണക്കുവാൻ, അതിനോട് ചങ്ങാത്തം കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അതിനെ പിടിച്ച് കറിവെക്കാനല്ല കവി ആഗ്രഹിച്ചത്, തുരുത്തിലെ മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാണ്, കൂട്ടത്തിലുള്ള ഒരാളായിട്ട് ചേർത്ത് നിർത്തുന്നതായിട്ടാണ്. മറ്റൊന്നിനെ ഉപദ്രവിക്കുന്ന സംസ്കാരമാണ് നമ്മൾ കാണുന്നത് അല്ലെ. പ്രകൃതിയെ അനുദിനം ഇല്ലാതാക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനപ്പുറത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, പ്രകൃതിയുമായി ലയിച്ച് പൂക്കളോട് മിണ്ടി രാക്കിളിയുടെ പാട്ടുകൾ ഏറ്റുപാടി അല്ലെ, കൊപ്ലി മീനിനെ എന്ത് ചെയ്യുന്നു, അതിനോട് ചങ്ങാത്തം കൂടി അങ്ങനെ പ്രകൃതിയുമായി ലയിച്ച് അല്ലെ, അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യാണ്, ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സൂക്ഷ്മ ബന്ധത്തെ, ജൈവ ബന്ധത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത്. മുള്ളുവേങ്ങുകൾ മഴപ്പെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം അല്ലെ. എന്താ പറയുന്നത്, തുരുത്തിലെ മുള്ളുവേങ്ങുകൾ അല്ലെ മഴയുടെ എന്താണ് പെരുമ്പറയായിട്ട് വരികയാണ് അല്ലെ. പെരുമ്പറയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് എന്താണ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പട്ടണം കണ്ട് മതിയായ ഒരു പക്ഷിയുടെ അല്ലെ പക്ഷിയായിട്ട് ഫാത്തിമ തുരുത്തിലേക്ക് പോകാൻ കവിക്ക് ആഗ്രഹം അല്ലെ. അതായത് പട്ടണത്തിലെ നഗരത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഓടി ശാന്തസുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യാണ്, പറന്നു പോകാൻ ആഗ്രഹിക്കുന്ന കവിയുടെ മനസ്സിനെയാണ് നമ്മൾ അവിടെ കാണുന്നത് കേട്ടോ. ഇനിയോ രോഗബാധിതർ കിടന്നലറും ആ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം അല്ലെ. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ചേർത്ത് നിർത്തുന്ന മനുഷ്യരെ കൂടിയാണ് കവി ഇവിടെ അടയാളപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ എന്താണ്, ദുരിതത്തിലും രോഗബാധയിലും ഒക്കെ എന്താണ് പരസ്പരം അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്നേഹം കൊണ്ട് അവര് ഔഷധമായി ജീവിതൌഷധമായിട്ട് എന്ത് ചെയ്യുന്നു, അവര് മാറുകയാണ് അല്ലെ. അവര് പരസ്പരം എന്ത് ചെയ്യുന്നു, വെളിച്ചമായി മാറുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം പ്രകൃതിയും അല്ലെ മനുഷ്യനും തമ്മിലുള്ള ആ ഒരു താളലയത്തെയാണ് അല്ലെ, അവർ തമ്മിൽ പങ്കുവെക്കുന്ന മനോഹരമായിട്ടുള്ള ഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത്, കവി ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത് ഒരു തുരുത്തിന്റെ കഥയോ അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമോ അതുമല്ലെങ്കിൽ എന്താണ് കവിയുടെ തോന്നലുകളോ അല്ല അല്ലെ, ഒരു ഭാവനയോ അല്ല. അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നത്, പ്രകൃതിയും മനുഷ്യനും ചേർന്നിരിക്കുന്ന ആ ഒരു പാരസ്പര്യത്തിന്റെ സ്നേഹത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. ഇതുപോലെ എല്ലാ പാഠഭാഗങ്ങളും അല്ലെ A to Z അല്ലെ ഓരോ വരികളും മക്കളെ വിശദീകരിച്ച് അല്ലെ എല്ലാ ചോദ്യങ്ങളും, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയതിന്റെ ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഓണപരീക്ഷ എഴുതിയപ്പോൾ അതിന്റെ പകുതിയൊക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ക്രിസ്മസ് പരീക്ഷ എങ്ങനെയായിരിക്കും അല്ലെ, കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നമുക്കില്ല, എങ്ങനെ പഠിക്കണം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതിനൊന്നും മക്കളെ ടെൻഷൻ ആവണ്ട. ഇതുപോലെ മക്കളെ പഠിപ്പിച്ചു തരാൻ അല്ലെ, ഇതുപോലെ മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അല്ലെ, നമ്മുടെ ശ്രുതി മിസ്സും എല്ലാവരും ഇവിടെ സെറ്റാണ്. അപ്പൊ മലയാളത്തിന്റെ കാര്യത്തിൽ മക്കൾ ടെൻഷൻ അടിക്കുകയും വേണ്ട. അപ്പൊ ലൈവ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, മാരത്തോൺ ലൈവ് ഒക്കെ കൃത്യമായിട്ട് മക്കൾ സമയത്ത് കാണുക. ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അല്ലെ, എല്ലാവരും പഠിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മലയാളത്തിന് എന്ത് ചെയ്യണടാ, ഫുൾ മാർക്കും മക്കൾ വാങ്ങിയെടുക്കണം. വാങ്ങൂലേ? അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.